ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആത്മീക രോഗങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ വരുന്നത് പോലെ ആത്മീക ജീവിതത്തിലും അവന് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അവൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കാതെ അവനെ ഇല്ലാതാക്കി കളയണമെന്നുള്ളത് സാത്താൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഈ ആഗ്രഹം വെച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കും. ആ ആഗ്രഹത്തിൽ അവൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവൻ്റെ ഒരു ആയുധമാണ് രോഗങ്ങൾ. ഈ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ ചിന്തിപ്പാടിയായി തീർന്നു. അസ്ഥികൾക്ക് ക്ഷയമുള്ളവർ, ദേഹത്ത് സൗഖ്യമില്ലാത്തവർ, അതുപോലെ തന്നെ ഭ്രാന്തന്മാർ, അങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ ചിന്തിപ്പാടിയായി തീർന്നു. എന്നാൽ ഇന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കാനുള്ളത് ഏറ്റവും വലിയ ഒരു രോഗത്തെ സംബന്ധിച്ചാണ്. അതായത് 2 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക, ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് മാറിത്തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഈ രോഗികളെന്ന് പറയുന്നത് ചെറിയൊരു രോഗമല്ല, ഇത് ഗൗരവമുള്ള രോഗമാണ്. അതായത് ക്യാൻസർ എന്ന് പറയുന്ന രോഗമാണ്. അതിൻ്റെ മലയാള പദമാണ് അർബുദം. ഈ അർബുദം എന്ന് പറയുന്ന രോഗം ബാധിച്ചവരെ സംബന്ധിച്ച്, ഒന്നാമത് നമ്മൾ ഈ ലോകത്തിൽ ഉള്ളവരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ അധികം പേരും ആ രോഗം പൂർണ്ണ സൗഖ്യത്തിൽ എത്താതെ വണ്ണം മരണപ്പെട്ടു പോകുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ പലരും, നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള പലരും, നാം സ്നേഹിക്കുന്നതായിട്ടുള്ള പലരും ഈ രോഗത്തിന് അടിമപ്പെട്ട് ക്രമേണ അതിൽ അകപ്പെട്ട് മരിക്കുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആത്മീകമായ ക്യാൻസറാണ്. എന്താണ് ഈ ക്യാൻസറിൻ്റെ കാരണം? ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. ഇതാ, ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. പുനരുദ്ധാനത്തിൻ്റെ ദിവസം, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിന് കർത്താവിൻ്റെ വചനം പറയുന്നത്, അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവും ഈ ലോകത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതാണ്. ആ സ്വർഗാരോഹണം ചെയ്ത യേശു ഇനി സ്വർഗത്തിൽ നിന്ന് തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കും, അവരുടെ പുനരുദ്ധാനത്തിനും വേണ്ടി ഈ ലോകത്തിലേക്ക് വരുമെന്നുള്ളത് എല്ലാ വിശ്വാസിയുടെയും പ്രതീക്ഷയാണ്. അത് സമുദായക്കാരായിരുന്നാലും പെന്തക്കോസ്തുകാരായിരുന്നാലും ഏത് നിലകളിലുള്ള വിശ്വാസിയായിരുന്നാലും ക്രിസ്തീയ ദൈവഭക്തനാണോ, അവൻ്റെ പ്രതീക്ഷ ഇതാണ്: കർത്താവ് വരും, കർത്താവ് വന്ന് എന്നെ ചേർക്കും, കർത്താവ് എനിക്ക് പുനരുദ്ധാനം തരും. ഇതാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ഈ പ്രത്യാശ മുഖാന്തരമാണ് മനുഷ്യർ സഹിക്കുന്നത്. എന്നെ പ്രത്യാശിക്കുമാറാക്കിയ വചനം എന്നാണ് വചനം.
പ്രത്യാശിക്കുമാറാക്കിയ വചനം ഒരൊറ്റ കാര്യം ഉള്ളതുകൊണ്ട് സമ്പത്തുകളുടെ അപഹാരം പൊയ്ക്കോട്ടെ എന്ന് വെച്ച്. ഇബ്രാഹിം നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് അവർ നമുക്കുണ്ടെന്നറിഞ്ഞ് അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഒരാളുടെ വസ്തുവകകൾ മുഴുവനും കവർന്നെടുത്തോണ്ട് പോവുക. അപ്പോൾ അയാൾ കൊണ്ടുപോയിക്കോട്ടെ. എല്ലാം കൊണ്ടുപോയാലും എനിക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പത്തുണ്ട്. ഉത്തമ സമ്പത്താണത്. അതെനിക്ക് അവകാശമായിട്ട് എൻ്റെ കർത്താവ് തരും. ഇനി ഇത് ഇവൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇങ്ങനെ നഷ്ടത്തിലും രോഗത്തിലും കഷ്ടത്തിലും സകലവിധ പീഡയിലും, എന്തിന്, ഈ ലോകത്തു നിന്ന് ഏത് സമയത്തും അസ്തമിച്ചു പോകും എന്നറിയുമ്പോഴും ഒറ്റ പ്രതീക്ഷയാണ് പുനരുത്ഥാനം. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നല്ലൊരു പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് അവർ അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അതായത് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചുളയിലേക്ക് ഇടാൻ പോവാ. അവര് രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല. കുഴല്, തപ്പ്, കിന്നരം, വീണ മുതലായിട്ടുള്ള വാദ്യമേളങ്ങൾ മുഴക്കിയപ്പോൾ വിഗ്രഹത്തിന് മുമ്പിൽ വീഴണമെന്ന് നിയമം ഉണ്ടായിരുന്ന ഇതവർ ചെയ്തില്ല. അപ്പോൾ ജാതികളായിട്ടുള്ളവരും മറ്റുള്ളവരും ഏഷണിയായിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവ് നിർത്തിയ ബിംബത്തെ അവർ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അവരെ വിളിച്ചു, ഞാൻ കേട്ടത് ശരിയാണോ? ഒരു ഇപ്പോഴത്തെ നിങ്ങൾക്കൊരു അവസരം കൂടി തരുക. ഇപ്പോൾ കുഴൽ, തമ്പുരു, വീണ, നാദസ്വരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മുഴങ്ങാൻ പോവുക. ഇത് മുഴങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ബിംബത്തിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിപ്പാൻ നിങ്ങൾ ഒരുങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ല എങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ഈ തീച്ചുളയിലേക്ക് ഇട്ട് കളയും. ഈ പിള്ളേരാ ബാലന്മാർ പറഞ്ഞു, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നിന്നോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ വിടുവിക്കും. ഈ തീച്ചുളയിൽ നിന്ന് വിടുവിക്കും, രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. അയ്യോ, എന്ത് ധൈര്യം, എന്ത് ധൈര്യം! അത് എവിടെ നിന്നാണ് അവർക്ക് ആ ധൈര്യം വന്നത്? തീച്ചുളയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ അവർക്ക് പ്രയോജനം? അതിനാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർ ഭേദിയേറ്റു. കാരണം എങ്ങനെയും മരിക്കുന്നവനല്ല, വിശ്വാസത്തിൽ മരിക്കുന്നവൻ, വിശ്വാസത്തിന്റെ തീഷ്ണകര മരിക്കുന്നവൻ നാളെ എഴുന്നേറ്റ് വരുന്ന, പുനരുദ്ധാനം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്ന എങ്ങനെയാണെന്നറിയോ? അത്ര ഭയങ്കരമാണ്. അതാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതോന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്ന ആ സമയത്ത് പുനരുദ്ധാനം പ്രാപിക്കുന്നവർ എഴുന്നേക്കുന്ന എങ്ങനെയാണെന്നറിയോ? കിടക്കയിൽ നിന്ന് ഓരോരുത്തർ എഴുന്നേൽക്കുന്നതിന് നമ്മൾ പരിശോധിക്കണം. ചിലർ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് കാലൊക്കെ താഴ്ത്തിറക്കി വെച്ച് അതങ്ങ് എഴുന്നേറ്റ് വരുന്നതാണ്. ചിലർ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നതുപോലെ കാര്യം നടക്കാനുള്ള പോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പോകും. പല തരത്തിലുള്ള എഴുന്നേൽക്കലാണ്. ഇതുപോലെ മണ്ണിലും പൊടിയിലും നിദ്ര കൊള്ളുന്നവർ, ഈ ലോകത്തിലായിരിക്കുന്നവർ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന്, അത് യോഗ്യതയാണ്. നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യേറ്റു. ഒന്ന് നമസ്കരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഒന്ന് നമസ്കരിച്ച് നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? വിശ്വാസം ഉള്ളിലല്ലേ? തയ്യാറല്ല, അതിന് തയ്യാറല്ല. കാരണം അവരുടെ ലക്ഷ്യം നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നല്ലൊരു പുനരുദ്ധാനത്തിലാണ്, ആ എഴുന്നേൽക്കുന്ന പുനരുദ്ധാനത്തിൽ. അത് കണ്ടുകൊണ്ടാണ് ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടർ ഉപദേശിക്കുക, പുനരുദ്ധാനം കഴിഞ്ഞു, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം കഴിഞ്ഞു പോയി. അയ്യോ, അപ്പം ഞാൻ ഈ ഓടിയത് അധ്വാനിച്ചതും എന്തായി തീർന്നു? ഇനി ഞാൻ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്?
ഇതിങ്ങനെ ഉപദേശിക്കുന്ന ഒരു കൂട്ടം ഇന്ന് ലോകത്തിലുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 1914 കർത്താവ് വന്ന് പുനരുദ്ധാനം കഴിഞ്ഞു 1920 എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. വചനം പറയുന്നത് ക്യാൻസറാണ്. ഇതൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ക്യാൻസറാണ്. അങ്ങനെ 2 ക്യാൻസർ ബാധിച്ചവരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്, ഹുമനിയോസും ഫിലത്തോസും. നമ്മൾ തിമോഥെയോസ് ലേഖനത്തിൽ വായിച്ചതാണ്. ഹുമനിയോസും ഫിലത്തോസും ഈ കൂട്ടത്തിലുള്ളവരാകും, ഈ ക്യാൻസർ ബാധിച്ചവരുടെ കൂട്ടത്തിലുള്ളതാകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, തിരുവെഴുത്ത് ശ്രദ്ധയോടെ പരിശോധിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം അതിനെ ശോധന ചെയ്ത് ഇത് ദൈവത്തിൽ നിന്നുള്ള ഉപദേശമോ എന്ന് ആത്മാവിനാൽ ഉറപ്പ് പ്രാപിച്ചു വേണം ഏത് ഉപദേശവും സ്വീകരിപ്പാൻ. ഇല്ല എങ്കിൽ ഒരു പക്ഷെ വരുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ക്യാൻസറുമായിട്ടായിരിക്കും. ഈ ലോകം മുഴുവനും അനേകർക്ക് ബാധിച്ചിരിക്കുന്ന ആ ബാധ നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഉപദേശങ്ങളെ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.